വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ വായിക്കുന്നു. ഫിലദൽഫിയ സഭയിലെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ 3 പേരുകളാലാണ് ഫിലദൽഫിയ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. 1 വിശുദ്ധൻ, 2 സത്യവാൻ, 3 ദാവീദിൻ്റെ താക്കോലുള്ളവൻ. ഈ 3 പേരുകളിലും വമ്പിച്ച അവകാശവാദം അടങ്ങിയിട്ടുണ്ട്. 1 വിശുദ്ധൻ. വിശുദ്ധൻ എന്നതിന് എബ്രായ ഭാഷയിൽ കാദോഷ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീക്ക് പദത്തിൽ അഥവാ ഗ്രീക്ക് ഭാഷയിൽ ഹഗിയോസ് എന്നുമാണ്. ക്രിസ്തുവിൻ്റെ അനേക ദൈവീക ലക്ഷണങ്ങളിൽ ഒന്നാണ് വിശുദ്ധി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള ആദ്യ പ്രയോഗം അല്ലെങ്കിൽ ആദ്യ പരാമർശം നമുക്ക് കാണാം. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. പുറപ്പാട് പുസ്തകം 15-11 യഹോവേ, നീ വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ്, നിനക്ക് തുല്യമായി ആര്? യെശയ്യാവ് 40-25 പരിശുദ്ധനായവനെ ആരോട് തുല്യനാക്കുവാൻ സാധിക്കും? പ്രധാനമായും ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുന്നത് വിശുദ്ധിയാണ്. പിതാവായ ദൈവം അല്ലെങ്കിൽ യഹോവയായ ദൈവം പരിശുദ്ധനാണ്. യോഹന്നാൻ 11:11. യേശുക്രിസ്തുവാം ദൈവം പരിശുദ്ധനാണ്. അപ്പോസ്തല പ്രവൃത്തി 4:30. പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധനാണ്. സങ്കീർത്തനം 51:11, യെശയ്യാവ് 63:10-11 വാക്യങ്ങൾ. പരിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്. സൃഷ്ടാവിൻ്റെ വിശുദ്ധിയിൽ പങ്കാളിയാകണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. 1 തെസ്സലോനിക്ക ലേഖനം 4:3 ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. എബ്രായ ലേഖനം 12:14 ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. മത്തായി സുവിശേഷം 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എബ്രായ ലേഖനം 12:10 നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. വീണ്ടും ജനന സമയത്ത് ദൈവത്തിൻ്റെ വിശുദ്ധി മനുഷ്യാത്മാവിൽ പകരപ്പെടുന്നു. ക്രിസ്ത്യാനിയുടെ വിശുദ്ധിയുടെ അളവ് ക്രിസ്തുവിൻ്റെ വിശുദ്ധിയോളമാണ്. 1 പത്രോസ് 1:15. യേശു ക്രിസ്തു നമ്മുടെ പിതാവാണ്, നാം അവൻ്റെ മക്കളാണ്. മക്കൾ പിതാവിൻ്റെ സ്വഭാവവും പ്രകൃതിയും പകർത്തുന്നവർ ആയിരിക്കണം. ഇത് സൽപ്രവർത്തിയിലൂടെയോ പുണ്യകർമ്മത്തിലൂടെയോ ഒരാൾക്ക് ഈ വിശുദ്ധി പകർത്തുവാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് കുഷ്ഠരോഗിയുടെ കയ്യിൽ ലഡു ഇരുന്നു. ലഡു നല്ലതാണെങ്കിലും ആ ലഡു ഇരിക്കുന്ന ഇടം കുഷ്ഠമുള്ളതാണെങ്കിൽ വിശുദ്ധി ഉണ്ടാകുകയില്ല. ഒരാൾക്ക് മറ്റൊരാളെ വിശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. വെളിപ്പാട് പുസ്തകം 22:11 വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് നമ്മൾ വായിക്കുന്നു. എങ്ങനെ ഒരാൾക്ക് തന്നെ വിശുദ്ധീകരിക്കാം, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് ഒരാൾക്ക് എങ്ങനെ എത്തിച്ചേരാം? 4 കാര്യങ്ങൾ അഥവാ 4 പോയിന്റുകൾ പറയുന്നു. 1 യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് വിശുദ്ധീകരിക്കുന്നത്. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വായിക്കുന്നു. 2 ദൈവവചനത്താൽ വിശുദ്ധീകരണം പ്രാപിക്കാം. എഫേസ്യ ലേഖനം 5:26 സങ്കീർത്തനം 119:11 ഈ 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനത്താൽ വിശുദ്ധീകരണം പ്രാപിക്കാമെന്ന് കാണുന്നു. 3 പരിശുദ്ധാത്മാവ് മുഖാന്തരം വിശുദ്ധീകരണം പ്രാപിക്കാം. യോഹന്നാൻ 16:8. 4 എങ്ങനെയാണ് വിശുദ്ധീകരണം പ്രാപിക്കുന്നത്? കഷ്ടതയിലൂടെ ദൈവം കിടത്തിവിട്ട്. സങ്കീർത്തനം 119:71 ഇവിടെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത് വിശുദ്ധീകരണം പ്രാപിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാണുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്ന് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് വിശുദ്ധൻ എന്നുള്ളതാണ്. രണ്ടാമത് ഫിലദൽഫിയ സഭയ്ക്ക് ദൈവത്തെ അഥവാ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് സത്യവാൻ എന്നൊരു പദമാണ്. സത്യവാൻ എന്നതിന് മറ്റൊരു ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥവാൻ എന്നാണ്. സത്യവാൻ എന്നതിൻ്റെ എബ്രായ വാക്ക് ഏമേധ് എന്നാണ്. ഗ്രീക്ക് വാക്ക് അലിത്തയ എന്ന പദമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉള്ളതിനൊത്ത് അല്ലെങ്കിൽ ഉണ്മയായ, വസ്തുത, നേര്, യാഥാർത്ഥ്യം, ശരിയായത് എന്നൊക്കെയാണ് അതിനർത്ഥം. ദൈവം സത്യവാനാണ്. വെളിപ്പാട് പുസ്തകം 3:4 ദൈവത്തിൻ്റെ പ്രസ്താവനകൾ എല്ലാം സത്യമാണ്. സങ്കീർത്തനം 19:9 സങ്കീർത്തനം 119:60 അതോടൊപ്പം തന്നെ ദാനിയേൽ 8:26 10:21 21 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം സത്യവാനാണ്. ദൈവത്തിൻ്റെ പ്രസ്താവനകൾ എല്ലാം സത്യമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ സാധ്യമല്ല. എബ്രായ ലേഖനം 6:18 സത്യനായ ദൈവത്തിൻ്റെ സത്യപുത്രൻ ലോകത്തിലേക്ക് വന്നു, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ലോകത്തിൽ വന്നുമിരിക്കുന്നു. യോഹന്നാൻ 18:37 ഈ സത്യം എന്താണെന്ന് പീലാത്തോസിന് മനസ്സിലായില്ല. യോഹന്നാൻ 18:38 നമുക്ക് കാണുന്നു. അവൻ, അതായത് പീലാത്തോസ്, യേശുവിനോട് സത്യം എന്താണെന്ന് ചോദിച്ചു. യോഹന്നാൻ 14:6 നമ്മൾ വായിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയില്ലാതെ യാത്രയില്ല, സത്യമില്ലാതെ അറിവില്ല, ജീവനില്ലാതെ ജീവിതവുമില്ല. യഥാർത്ഥ യാത്ര ക്രിസ്തുവിലായിരിക്കണം, സത്യം ക്രിസ്തുവിലായിരിക്കണം, ജീവിതം ക്രിസ്തുവിലായിരിക്കണം. ഈ സത്യമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. യോഹന്നാൻ 17:17 സത്യത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു 10 പോയിന്റുകൾ അതിനോടുള്ള ബന്ധത്തിൽ പറയുന്നു. 1 റോമലേഖനം 3:4 ദൈവം സത്യവാനാണ്. യോഹന്നാൻ 14:6 പുത്രൻ സത്യവാനാണ്. 3 യോഹന്നാൻ 16:13 പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. 4 യോഹന്നാൻ 17:17 വചനം സത്യമാണ്. 5 യോഹന്നാൻ 8:32 സത്യത്തെ അറിയണം. 6 2 യോഹന്നാൻ 1:2 സത്യത്തെ സ്നേഹിക്കണം. 7 1 കൊരിന്ത്യർ 13:6 സത്യത്തിൽ സന്തോഷിക്കണം.
8 യോഹന്നാൻ 4:23 സത്യത്തിൽ ആരാധിക്കണം. 9 3 യോഹന്നാൻ 1:3 സത്യത്തിൽ നടക്കണം. 10 യോഹന്നാൻ 8:44 സത്യത്തിൽ നിലനിൽക്കണം. മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. എഫെസ്യ ലേഖനം 6:14 സത്യം അരക്കി കെട്ടണം. ചുരുക്കത്തിൽ ഈ ക്രിസ്തു സത്യവാനായ ദൈവം നമ്മുടെയും ജീവിതത്തിൽ സകല മേഖലയിലും സത്യമായിരിക്കണം. ഇവിടെ നമ്മൾ 2 പോയിന്റ് ഇപ്പോൾ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. അതായത് 1 വിശുദ്ധൻ, 2 സത്യവാൻ. 3-ാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. ദാവീദിൻ്റെ താക്കോലുള്ളവൻ. വെളിപ്പാട് പുസ്തകം 1:18 മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവൻ എന്ന് കാണുന്നു. വിവിധ തരത്തിലുള്ള താക്കോലിനെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം 1:18 വായിച്ചു. അതായത് 1 സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ, 2 മരണത്തിൻ്റെ താക്കോൽ, 3 പാതാളത്തിൻ്റെ താക്കോൽ, 4 പരിജ്ഞാനത്തിൻ്റെ താക്കോൽ, 5 ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ, 6 അഗാധകൂപത്തിൻ്റെ താക്കോൽ. താക്കോൽ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു? 1 താക്കോൽ അധികാരത്തെ കുറിക്കുന്നു, 2 താക്കോൽ നിയന്ത്രണത്തെ കുറിക്കുന്നു, 3 താക്കോൽ ശക്തിയെ കുറിക്കുന്നു, 4 താക്കോൽ ഉടമസ്ഥതയെ കുറിക്കുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം 3:7 ദാവീദിൻ്റെ താക്കോൽ എന്ന് നമ്മൾ കാണുന്നു. ഇതിന് പിൻപിൽ ഒരു പശ്ചാത്തലമുണ്ട്. യെശയ്യാവ് 22-ാം അധ്യായം 22-ാമത്തെ വാക്യം. ശെബന സ്വയം ഉയർത്തുകയും ദൈവിക സന്ദേശത്തെ ധിക്കരിക്കുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്യാൻ ദൈവം അവനെ ആ അധികാരത്തിൽ നിന്ന് നീക്കി പകരം എല്യാക്കീമിനെ നിയമിച്ചു. എല്യാക്കീമിന് രാജസന്നിധിയിലും ദാവീദിൻ്റെ ഭവനത്തിലും പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. എല്യാക്കീം അടച്ചാൽ ആരും തുറക്കുകയില്ല, തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ഈ വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് യെശയ്യാവ് 22:22 അതിൻ്റെ ഉദ്ധരണിയാണ് വെളിപ്പാട് 3:7 നമ്മൾ കാണുന്നത്. ആർക്കും അധീനപ്പെടുത്തുവാൻ കഴിയാത്ത അധികാരം ആണ് താക്കോലിനെ സൂചിപ്പിക്കുന്നത്. ദാവീദിൻ്റെ താക്കോൽ യേശുക്രിസ്തുവിൻ്റെ അവകാശമാണ്. കാരണം താഴെ പറയുന്നു: 1 ദാവീദിൻ്റെ വേര്, 2 ദാവീദിൻ്റെ വംശം, 3 ദാവീദിൻ്റെ ഉദയ നക്ഷത്രം. ഇത് 3ഉം വെളിപ്പാട് പുസ്തകം 22:16 ചേർത്ത് പഠിക്കുമ്പോൾ ക്രിസ്തു ആണ് എന്ന് നമുക്ക് കാണുന്നു. ക്രിസ്തുവിനെ 4 സുവിശേഷങ്ങളിൽ 4 രീതിയിൽ വീക്ഷിക്കാം. 1 അബ്രഹാമിൻ്റെ പുത്രൻ, മത്തായി 1:1. 2 ദാവീദിൻ്റെ പുത്രൻ, മത്തായി 1:1. 3 മനുഷ്യപുത്രൻ, ലൂക്കോസ് 19:10. 4 ദൈവപുത്രൻ, യോഹന്നാൻ 20:31. അബ്രഹാമിൻ്റെ പുത്രൻ എന്ന നിലയിൽ പാലസ്തീൻ നാടിന് അവകാശിയാണ്. ദാവീദിൻ്റെ പുത്രൻ എന്ന നിലയിൽ അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിന് അവകാശിയാണ്. മനുഷ്യപുത്രൻ എന്ന നിലയിൽ സർവ്വ മാനവജാതിക്കും അവകാശിയാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ സർവ്വപ്രപഞ്ചത്തിനും അവകാശി ആകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.